നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറിവിളിച്ച യുവതിക്ക് നേരെ പോലീസ് കേസെടുത്തു. വലിയ രീതിയിലുള്ള ആഘോഷങ്ങളായിരുന്നു സൈബർ ലോകത്തിനുണ്ടായിരുന്നത്. കൊള്ളാം, നല്ലത് തന്നെ. അങ്ങനെ ഒരാളെ അസഭ്യം പറഞ്ഞു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകണം. അത് എന്ത് നടപടിയാണെന്നുള്ളത് പരിശോധിക്കാൻ ഒരിക്കലും പോകരുത്. അല്ലെങ്കിൽ ആ യുവതിക്ക് ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ എന്താണ് എന്നുള്ളത് ഒരിക്കൽ പോലും ചോദിച്ചറിയാൻ ശ്രമിക്കരുത്. കേസെടുത്താൽ മതി. കേസ് എന്തോ വലിയ സംഭവമാണെന്നാണ് കുറെ ആളുകളുടെ വിചാരം. സൈബറിലെ ചില പോരാളികൾക്കും ചിന്താഗതിയിലുള്ളത് കേസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ FIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്നുള്ളതാണ്. യുവതിക്കെതിരെ പോലീസ് എടുത്ത കേസിലെ വകുപ്പുകൾ എന്താണ്? സ്റ്റേഷൻ ജാമ്യം കിട്ടി പുല്ലുപോലെ പുറത്തു പോകാൻ പറ്റുന്ന ചെറിയ വകുപ്പുകൾ തന്നെയാണ് ആ യുവതിക്കെതിരെ കാസർഗോഡ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ലുള്ളത്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ യുവതിക്ക് പിന്നാലെ മറ്റു കുട്ടികളും എത്തിയിരിക്കുകയാണ്. അതായത് സംഘപരിവാറിന്റെ അണിയറ പ്രവർത്തനങ്ങളിൽ അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു രീതിയായി കാണുന്നത് തെറി അഭിഷേകമാണ്. ഇതാ വീണ്ടും വന്നിരിക്കുകയാണ് പിണറായി വിജയനെ തെറി പറഞ്ഞുകൊണ്ട് കുറച്ച് കുട്ടികൾ. വീഡിയോ കാണാം. എടാ പിണറായി, നീ എന്താ വിചാരിച്ചേ? ഞങ്ങളുടെ ക്ഷേത്രങ്ങളെ തൊട്ട് കളിച്ചാൽ RSSന്റെ മൂക്കിൽ കെട്ടാണെന്നാ വിചാരിച്ചത്? എടാ, നിന്റെ ഉന്നം തെറ്റി. RSS കാവി മണ്ണിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാവി മണ്ണിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായതാണിടാ ഞങ്ങൾ. ഞങ്ങളെ ഒന്നിനെ തൊട്ടെന്ന് വെച്ചാൽ അത് വെറുതെ വിടാൻ നിന്നെ വിചാരിക്കുന്നില്ല കേട്ടറാ പട്ടി പിണറായി. പങ്കാണ് നമുക്ക് പിണറായി. എന്നല്ലാണ്ട് അവന്റെ വിചാരം നമ്മളെ തൊട്ടാ നിങ്ങൾ മറ്റേതാവൂന്ന്. എടാ, ഒന്നും നടക്കില്ലടാ. ഈ RSSൽ ഇതിലടുത്തോളം നിനക്കത് നടക്കില്ല കേട്ടറാ. പൂരി ജനിച്ചപ്പോ മുതൽ കാവ്യ കൊടിയാണ് കാണുന്നുള്ളത്. അതുകൊണ്ട് ആ കാവ്യ മണ്ണിന് പോലും മരണം പോലും ഞങ്ങൾക്ക് പേടിയില്ലടാ. പേടിയില്ല. RSSക്കാർ അതാണ് ഞങ്ങൾ കേട്ടറാ. നിന്റെ പോലെ മരണത്തിനെ പേടിച്ച് പായുന്നവരല്ല ഞങ്ങൾ. ഭീരുക്കളല്ല, ക്ഷത്രിയ വംശമാണ് ഞങ്ങൾ കേട്ടറാ. എടാ നാറി പിണറായി, RSSനോട് കളിക്കല്ലേ. RSSനോട് കളിച്ചാൽ നിന്നെ 6 അടി മണ്ണിൽ ഉറക്കും ഞങ്ങൾ. പറയുന്നത് ആരെന്നറിയാമോ? 6 അടി മുളവടി കൈകളിൽ ഏന്തിയ RSSലെ പ്രസ്ഥാനം കേട്ടറാ. എടാ പിണറായി, നിനക്ക് എന്തിന്റെ കേടാടാ? പറ, നിനക്ക് പറയാനുള്ളത് പറ. പറ വേണായിരുന്ന ഇതെല്ലാം കേക്കണം എനിക്ക് പിണറായി. എനിക്കിത് ഈ പിള്ളേരെ കയ്യിൽ ബെട്ട് മേങ്ങേണ്ട വല്ല ആവശ്യം ഉണ്ടോ? നായിന്റെ മന നിക്കല്ല നീ എല്ലാം പൈസനായി. നീ എല്ലാം ചാവുമ്പോ ഇന്നാ നാളെ പറഞ്ഞിട്ടുള്ളതല്ലേ നീ. നിക്കല്ല ഇത് വേണ്ടാത്ത ആവശ്യമില്ല. നിക്കെല്ലാം വേണമായിരുന്നു ഇത്. ഇതെല്ലാം കേക്കണം നിക്ക്. എടാ നിന്നോട് തന്നെ ചോദിക്കുന്നത്. നിക്കല്ല ഇത് കേക്കണം നായിന്റെ മന പിണറായി. അല്ലെങ്കിലും ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഷാഗയിൽ നിന്ന് ഓതിക്കേൽപ്പിക്കുന്നതല്ലേ ഇവരിൽ നിന്നും പുറത്തു വരികയുള്ളൂ. എന്നാലും ഒരു കാര്യം, IPCയിലെ സെക്ഷനുകൾക്ക് മുന്നിൽ ഇവർ നെഞ്ചും വിരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു വലിയ സത്യം പൊതുജനം തിരിച്ചറിയണം. തെറി വിളിച്ചു കഴിഞ്ഞാൽ, അതായത് തെറി അഭിഷേകം നടത്തിയാൽ, അതാർക്ക് നേരെ നടത്തിക്കഴിഞ്ഞാലും IPCയിലെ സെക്ഷനുകൾ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാൻ മാത്രമുള്ള വകുപ്പുകളായി ചുരുങ്ങിപ്പോകുന്നതാണ് ഇവരൊക്കെ വീണ്ടും വീണ്ടും തല ഉയർത്തി വരാനുള്ള കാരണം. കാസർഗോഡ് വെച്ച് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ വലിയ രീതിയിലുള്ള തെറിയഭിഷേകം നടത്തിയ യുവതിക്ക് നേരെ കേസെടുത്തപ്പോൾ സൈബർ പോരാളികളൊക്കെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ അതിലെ വകുപ്പുകൾ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാൻ മാത്രമുള്ളതാണെന്ന കാര്യം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാനുള്ള മറ്റൊരു മാർഗം കണ്ട് മുന്നിലോട്ട് വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള കുട്ടിസംഖികളെ ഒതുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.